കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവും, വാർദ്ധക്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ ആഗ്രഹിക്കും, അങ്ങനെയുള്ള ഒരു സാധനം എന്താണ്? കാർട്ടൂൺ. കാർട്ടൂൺ ഇത് നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. എല്ലാവരുടെയും വീട്ടില് തമ്മനം. ഓക്കെ, അടുത്തത് മനുഷ്യർ താമസിക്കുന്ന വനം. വൃന്ദാവനം. വൃന്ദാവനം, പൂങ്കാവനം, വൃന്ദാവനം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പേരാണല്ലേ. ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ഷോറൂം നമ്മുടെ സ്വന്തം ആലുവയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ സന്തോഷത്തിന്റെ ഭാഗമായി കൈനിറയ സമ്മാനങ്ങളും ചിരികളും കളികളും തമാശകളുമായി ഇനി എന്റെ വീട്ടിൽ നക്ഷത്ര നിങ്ങളുടെ വീട്ടിലേക്കും. നമസ്കാരം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്ന് കുറെ തമാശകളും വിശേഷങ്ങളും ഒക്കെ പറയാനും കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കാനുമായിട്ട് ഒരു കിഡിലൻ ഫാമിലി എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് ഓരോന്ന് പരിചയപ്പെട്ടാലോ? ബാ. ഹലോ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്ര എന്ന് പറയുന്ന ഒരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ, ബുദ്ധിപരമായി ആലോചിച്ച് ഉത്തരം പറയേണ്ട കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. കുഞ്ഞു, അവിടെ പാട്ടില്ലേ? നമുക്ക് പാട്ട് പാടാനുണ്ട്. അങ്ങനെയാണ് ചേച്ചി കുറെ സമ്മാനമൊക്കെ തരും. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ അടിപൊളി സമ്മാനമുണ്ട്, വലിയ സമ്മാനമുണ്ട് ചേച്ചിയുടെ കയ്യിൽ. അപ്പൊ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഇവരെ എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടണം അല്ലേ? അപ്പൊ സാറിന്റെ പേര് പറയും. എന്റെ പേര് നജീബ്. എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ്. ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്, ആലുവ തന്നെ. എന്താ ചെയ്യുന്നേ? ശരിക്കും റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതുകൂടാണ്ട് ഒരു ഓഫീസ് ഉണ്ട്. ഒരു ചെറിയ മുതലാളിയാണ് അല്ലേ? ചെറിയ വലിയ മുതലാളിയാണ്. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാൻ ആർക്കിടെക്റ്റ് ആണ്. ഞാൻ ഇവിടെ KMA കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പേരെന്തായിരുന്നു? നിഹാല. മോൻ ഹെയ്ദൻ എന്നാണ് ബേബിയുടെ പേര്. ഓക്കെ. സ്കൂളിൽ ചേർക്കാനായില്ലല്ലോ? നഴ്സറി ചേർക്കാനായി? നഴ്സറി പോകുന്നുണ്ട്. പേരെന്താ? സാജിദ. എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്? ഹസ്ബൻഡും ഉണ്ട്. ഒരു മോളേ ഉള്ളൂ നിങ്ങൾക്ക്? മോനും ഒരു മോള്. മകന്റെ വൈഫ്. ഓ, ഇത് മോളല്ല, മകന്റെ വൈഫാണ്. ഓക്കെ. ഒരു മോൾ. ഞാൻ ആദ്യം മോളെന്ന് തന്നെ പറഞ്ഞപ്പോ അങ്ങനെ വേണം കേട്ടോ, അങ്ങനെയാണ് വേണ്ടത് അല്ലേ? മരുമോളല്ല, നമുക്ക് മോളാണ്. ഞാൻ ആദ്യം മിസ്റ്റേക്ക് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ മരുമോളെന്ന് പറയരുത്, ഞങ്ങളുടെ മോളാന്ന് പറയുക രണ്ടുപേരും. അപ്പൊ അച്ഛനും അമ്മയും മോനും മരുമകളും ഒരു കുഞ്ഞു ആവുകയുള്ള ഒരു ചെറിയ ഫാമിലിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നൊരു ഫാമിലിയാണ്. അപ്പൊ അവരോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് പറയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കടക്കാൻ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഫാമിലി അല്ല ഇവർ. അതിൽ എപ്പോഴും വരുന്ന ആൾക്കാരാണ്, നമ്മുടെ സ്വന്തം ഫാമിലിയാണ്. അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എപ്പോഴും ഓരോ ഷോറൂംസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തിങ്സ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ? MG റോഡിലെ ഷോറൂം എന്ന് പറയുന്നത് ഹോൾസെയിൽ ജ്വല്ലറിയാണ്. എല്ലായിടത്തും ഹോൾസെയിൽ പ്രൈസിന് തന്നെയാണ് നമ്മുടെ കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആലുവയിൽ വരുന്നത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ, എനിക്ക് ചേച്ചിനെ കണ്ടപ്പോഴേ ഞാൻ നോക്കി, ലൈറ്റ് വെയിറ്റിന്റെ ഒരാൾ തന്നെയാണ്. ഞാൻ മൊത്തത്തിൽ നോക്കിയായിരുന്നു വന്നപ്പോഴേ. മൂക്കുത്തി ആയാലും കമ്മലായാലും മാലയായാലും ചെയിനായാലും എല്ലാം ലൈറ്റ് വെയിറ്റിന് നമ്മുടെ ഈ ആഡിന് നിർത്താൻ പറ്റിയ, നല്ല മോഡലായിട്ട് നിർത്താൻ പറ്റിയ ഒരാളാണ്. അതെ അല്ലേ? അപ്പൊ ഇട്ടിരിക്കുന്നത് മൊത്തം നക്ഷത്രയുടെ തന്നെ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ആലുവയിൽ റീഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചോദിക്കട്ടെ, ജനിക്കുമ്പോൾ വെളുപ്പായിരിക്കും, വളരുമ്പോൾ പച്ചയായിരിക്കും, മരിക്കുമ്പോൾ ചുവപ്പായിരിക്കും, എന്താണത്? ഇത് നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. എല്ലാവരുടെയും വീട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന. ഇന്നൊരു 5-6 മിനിമം എടുത്ത് കാണും അത് കയ്യിൽ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഉറപ്പായിട്ടും ജനിക്കുമ്പോൾ വൈറ്റ്. ജനിക്കുമ്പോൾ അതൊരു വെള്ള കളറായിരിക്കും. പിന്നീട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഗ്രീൻ കളറായിരിക്കും. അത് നശിച്ചില്ലാതാകുന്ന സമയത്ത് കേടായി പോകുമ്പോൾ അതിന് റെഡ് കളറായിരിക്കും. എനിക്കറിയായിരുന്നു. ഞാൻ ക്ലൂ കൊടുത്ത് ചെല്ലുമ്പോൾ ഇത്ത ആദ്യം തന്നെ പറയുന്നത് എനിക്കറിയായിരുന്നു. കറക്റ്റ് ആൻസർ ആണ്. ഇത്തയ്ക്ക് നമ്മൾ അടിപൊളി സമ്മാനം അവസാനം കൊടുക്കുന്നത്. എനിക്ക് എന്താ സമ്മാനം ഞാൻ പറയത്തില്ല, അത് അവസാനം ഞങ്ങൾ സമ്മാനം തരുമ്പോഴേ പറയത്തുള്ളൂ, ഇപ്പൊ പറയത്തില്ല. കുട്ടിക്കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുകയും ചെറുപ്പമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയും നമ്മളുടെ ഇത് നഷ്ടപ്പെട്ടു പോവുകയും വാർദ്ധക്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താ? സമയം അല്ല. ചെറുപ്പത്തിലും കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവും, ചെറുപ്പത്തിൽ നമ്മളത് നന്നായി ഉപയോഗിക്കും, വാർദ്ധക്യത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു, നമ്മൾ ആഗ്രഹിക്കും, അങ്ങനെയുള്ളൊരു സാധനം എന്താണ്?
എന്റെ അമ്മേനെ പോലെ കേട്ടോ. എന്റെ അമ്മയെ മുടിയാണ് നഷ്ടപ്പെട്ടതിൽ വിഷമം. അതല്ല ആൻസർ. എന്റെ അമ്മയ്ക്ക് ഇച്ചിരി മുടി പോയതിലെ വിഷമം. പക്ഷെ ഷുഗർ ഇല്ലാത്തവരെ നമുക്ക് അതിൽ പരിഗണിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ മുടിയൊക്കെ പ്രായമാകുമ്പോൾ പെട്ടെന്ന് പോകത്തുള്ളൂ. എല്ലാവർക്കും അങ്ങനെ പോകത്തില്ല. കളർ മാറുന്നേ ഉള്ളൂ. ആഗ്രഹിക്കുന്നതോ? മീൻസ് നഷ്ടപ്പെട്ടു പോയി ഉണ്ടായിരുന്നെങ്കിൽ. പ്രായമാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ മതി. അയ്യോ സൗന്ദര്യം ഇത്തരം കളയുന്ന സുന്ദരിയല്ലേ പ്രായമായെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാ അല്ലേ? അതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നമുക്ക് വയസ്സാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. എൻ്റെ അമ്മാമ്മനെ കാണാനൊക്കെ എന്നെ ഭംഗിയാണ് സത്യം. അതിലൊന്നും കാര്യമില്ല. സൗന്ദര്യമല്ല, നമുക്ക് എല്ലാവർക്കും അതില്ലാതെ നമ്മൾ മലയാളികൾക്ക് നമുക്ക് പറ്റില്ല. അതില്ലാണ്ട് ഡെയിലി ലൈഫിൽ നമുക്കത് ഇല്ലാണ്ട് പറ്റില്ലേ? പ്രായമാകുമ്പോ നഷ്ടപ്പെട്ടു പോകുന്ന സാധനം എന്തൊക്കെയാണെന്ന് അത്രേ ഉള്ളൂ. ഇതിന് നല്ല ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നതാ. ഞാൻ ഉത്തരത്തിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ ക്ലൂ പറയുന്നത്. അതെ, എന്റെ ക്വസ്റ്റ്യൻസ് ടഫ് ആകട്ടോ, ഇത് സിമ്പിൾ ആക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. തല വെട്ടിയാലും കരയില്ലാത്തത് എന്ത്? തല വെട്ടിയാലും കരയാത്തത് എന്ത്? കരയാത്ത നമുക്ക് തല വെട്ടിയാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പൈനാപ്പിൾ. നിങ്ങൾ രണ്ടും കറക്റ്റ് ആട്ടോ പറഞ്ഞു. പക്ഷെ ഇതാണ് ഞാൻ എഴുതിയ ആൻസർ. പൈനാപ്പിൾ ഒരു ആൻസർ ആണ്. എന്നാ പൈനാപ്പിളും അങ്ങനെ തന്നെയല്ലേ? തല വെട്ടി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പൈനാപ്പിളും കറക്റ്റ് ആൻസർ ചേച്ചി. ഞാൻ എഗ്രി ചെയ്യുന്നു. എന്നേക്കാൾ മിടുക്കന്മാരാണ് ഇവർ. എന്നെ തോപ്പിക്കുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഒക്കെ. അതാ ഞാൻ പറയാം, എന്നേക്കാൾ മിടുക്കന്മാരാണ്, എന്നേക്കാൾ വേറെ ലെവലിൽ ചിന്തിക്കുന്നത്. ഓക്കെ, പല്ലുണ്ട് പക്ഷെ അത് കടിക്കില്ല. അതിന് ആ പല്ല് വെച്ച് കഴിക്കാൻ പറ്റില്ല. അല്ല അല്ല ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മതി, രണ്ടുത്തരം വേണ്ട. എനിക്ക് തോന്നുന്നു കുസൃതി ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കുന്ന എവിടെയാണ്? ഇത് ആർക്കിടെക്ചർ ആയിട്ട് പഠിച്ചേക്കുന്നത്. അല്ല അല്ല, അച്ഛന് പല്ലില്ലല്ലോ. പല്ലുണ്ട് പക്ഷെ അത് കടിക്കില്ല. ചെരവ കറക്റ്റാട്ടോ. ഉപയോഗിക്കുന്ന സാധനം, ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. തോറ്റില്ല ചെരവ. കറക്റ്റ് ഉത്തരം പറയില്ല. പക്ഷെ എന്റെ ഉത്തരം നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ ഇതിൽ എഴുതിയ ഉത്തരം തന്നെ പറയണം. പറ, അതാ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പല്ലുള്ള സാധനം. അത്രേ ഉള്ളൂ. ഡെയിലി ഉപയോഗിക്കുന്ന പല്ലുള്ള അമ്മയ്ക്കും മകൾക്കും ഒരുപോലെയാണ് ഉത്തരം കത്തിയത്. കറക്റ്റ് ആൻസർ. ഓക്കെ, കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഊണ് അത് പറയൂല. മണിക്കുട്ടി ഓടി പെട്ടെന്ന് പറഞ്ഞോ. ഊണ് ഇച്ചിരി ടഫാ. ചോറൂണ്. കാർട്ടൂൺ. അതെങ്ങനെ മനസ്സിലായി? ഓക്കെ, അടുത്തത് മനുഷ്യർ താമസിക്കുന്ന വനം. വൃന്ദാവനം. പൂങ്കാവനം. ഞങ്ങളുടെ വീട് ഞങ്ങൾ പൂങ്കാവനം പോലെ സൂക്ഷിക്കുന്നത്. ഞങ്ങൾ പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത്. വനം. അപ്പൊ അവസാനം വനം വെച്ചിട്ടുള്ള സ്ഥലമായിരിക്കും. ആണോ? തമ്മനം. അമ്മനോന്നൊക്കെ വനം അറിയില്ല കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ചിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. ഭവനം. സിമ്പിൾ മലയാളത്തിലുള്ള. അയ്യോ എൻ്റെ അമ്മേ, തമ്മനോന്നൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ഇതിലും മികച്ച ആൻസേഴ്സ് ശരിക്കും പറഞ്ഞ. ഓക്കെ, അടുത്ത ചോദിക്കാം. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? റോഡ്. ഞങ്ങൾ മലയാളത്തിൽ വഴിന്ന് എഴുതി റോഡ് കറക്റ്റാ. അതിന് നമ്മള് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. വളരെ ഭംഗിയായിട്ട് അവരെനിക്ക് ആൻസർ തന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യനിലേക്കാണ്. ഇതിൽ ഇവർ ആൻസർ പറയുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗസ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൈക്ക് കുടിച്ചോ. ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല, ഇത് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വരെ അവിടെ അറിയാം. ആൻസറിന് പുറമെ ക്വസ്റ്റ്യൻ വരെ അറിയാം. ഇത് എത്ര പവനുണ്ട്? വൈ നോട്ട് കയ്യിലെടുത്ത് നോക്കിയോളൂ. എത്ര പവനുണ്ട്? ഇത്ത 5-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇക്കയെ കൊണ്ട് 4 പറയിപ്പിച്ചു. മോള് 3-ൽ നിൽക്കുന്നു. സമ്മാനം കൊടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ നമുക്ക് ഇവിടുന്ന്. അവര് ബുദ്ധിപരമായിട്ട് പ്ലേ ചെയ്ത് അതിലേതോ ഒന്നാന്ന് അവർക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ ആൻസർ പറയട്ടെ.
അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ അടിപൊളി ലൈറ്റ് വെയിറ്റ് വെഡിങ് സെറ്റ് 5 പവനാണ്. ഇതൊക്കെ എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. അപ്പൊ നിങ്ങൾക്ക് അടിപൊളി സമ്മാനം തരാതെ പോകാതെ എനിക്ക് 5 പവന് ഒരു സാധാരണ ഒരു പാർട്ടിക്ക് ഒരു കല്യാണം നടത്താം. പിന്നെ തീർച്ചയായിട്ടും സാധാരണക്കാരെയും കൂടെ ആൾക്കാരെയും കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ്. കാരണം നമ്മൾ പൊതുവെ വെഡിങ്സിന് വാങ്ങുന്ന വലിയ വലിയ മാലകളൊന്നും നമുക്ക് പിന്നീട് റെഗുലർ യൂസിന് ഉപകാരപ്പെടൂല. അപ്പൊ സാധാരണ ആൾക്കാർക്കാണെങ്കിലും കല്യാണം എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിലൊന്ന് നിറച്ചൊക്കെ ഇട്ട് ഷോ എന്ന് കാണിക്കുക അല്ലേ, അതിന് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ചെറിയ ഫാമിലിക്ക് കല്യാണം നടത്താൻ പറ്റിയ അതിപ്പോ 5 പവൻ 10 പവൻ എത്രയാണോ അത് പറയുന്ന അനുസരിച്ച് നമുക്ക് എത്രത്തോളം രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇതുകൊണ്ടല്ലോ മാനുഫാക്ചറിങ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഷോറൂം ഉള്ളതുകൊണ്ട് ഹോൾസെയിൽ റേറ്റിന് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിജയം. അപ്പൊ എൻ്റെ വീട്ടിൽ നക്ഷത്ര എന്നുള്ള പ്രോഗ്രാമിൽ ഇത്രയും സമയം നമ്മളുടെ അടുത്ത് ഭയങ്കര എൻജോയ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്തൊരു ഫാമിലിയാണ്. ഇവർക്കൊരു അടിപൊളി സമ്മാനം കൊടുക്കാതെ എനിക്ക് ഇവിടുന്ന് എന്തായാലും പോകാൻ പറ്റില്ല. മാത്രമല്ല വെച്ചടി എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ട് 3 ഉത്തരം വെച്ച് പറഞ്ഞു. അപ്പൊ എന്തായാലും സമ്മാനം കൊടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? കുറച്ച് നേരമായിരുന്നെങ്കിലും നല്ലോണം എൻജോയ് ചെയ്തു, കുറെ ചിരിച്ചു, ഫണ്ണായിരുന്നു. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയുടെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയുടെ റീ ഓപ്പണിംഗ് ആണ് അടുത്ത മാസം. വരില്ല? എന്തായാലും വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാ ഇനോഗ്രേഷനും വന്നിട്ടുണ്ട്. MG റോഡിലാണെങ്കിലും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴും വരാറുള്ളതാണ്. അപ്പൊ ഇതിനും ഇവിടെ അടുത്തായതുകൊണ്ട് എന്തായാലും വരും. അതെ, തൊട്ടടുത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആൾക്കാരില്ല. അപ്പൊ തൊട്ടടുത്ത് നല്ലൊരു ജ്വല്ലറി പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം എന്താ ആവശ്യത്തിന്. മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങുകയും കൂടെ ചെയ്യാം. പിന്നെ ഈ വീട്ടിലുള്ളവരെല്ലാവരും ലൈറ്റ് വെയിറ്റിന്റെ ഫാൻസും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർ കൃത്യമായിട്ട് എത്തിക്കോളൂ. എനിവേ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ അടുത്ത് ഇത്രയും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന ഒരു അടിപൊളി സമ്മാനം. അപ്പോൾ കൈ നിറയെ സമ്മാനങ്ങളും ഒത്തിരി വിശേഷങ്ങളും കഥകളും കളികളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് ആലുവ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, തോപ്പുംപടി. Online delivery available all across India.